അപ്പോൾ എല്ലാവർക്കും ഫ്ലവർലെറ്റ് കളക്ഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓണം പ്രമാണിച്ചിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇനിയും ഒരുപാട് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. 1 by 1 ആയിട്ട് കാണിക്കാം. ഇത് ലോട്ടസ് ഡിസൈനിൽ വരുന്ന ഇൻവിസിബിൾ ടൈപ്പിലുള്ള ചെയിനാണ്. ഇത് സിംഗിൾ പെറ്റലാണ്. 3 പെറ്റൽസിൻ്റെ തന്നെ കളർ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഗ്രീൻ ഉണ്ട്, മജന്ത ഉണ്ട്, പിങ്ക് ഉണ്ട്, അതുപോലെ സിംഗിൾ പെറ്റൽസിൻ്റെ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. അതുപോലെ ഹാങ്ങിങ് ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ്. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് കേട്ടോ. രണ്ടിൻ്റെയും പെറ്റൽസിൻ്റെ ഷെയ്ഡ്സ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇത് കുറച്ച് ഗ്യാപ്പിൽ വരുന്നൊരു നെക്ക് പീസ് തന്നെയാണ്. ഗ്രീനും അതുപോലെ തന്നെ മജന്തയാണ് വരുന്നത്. അതുപോലെ 3 പെറ്റൽസിൽ വൈറ്റ് വരുന്നുണ്ട്. ഇത് വിത്ത് ഗോൾഡൻ ഹാങ്ങിങ്സ് മജന്ത കളറിൽ വരുന്നതാണ് കേട്ടോ. അത് സിംഗിൾ പീസേ ഉള്ളൂ. ഇത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡലിൽ വരുന്നതാണ്. ഇത് ബാംഗിൾസ് ആണ് വരുന്നത്. മജന്തയുണ്ട്, അതുപോലെ ഇതിലൊരു ലൈറ്റ് മജന്ത ഷെയ്ഡും അതുപോലെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് ബാംഗിൾ വന്നിട്ടുള്ളത്. 2.2 to 2.6 സൈസ് വരെയുള്ളതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിലിപ്പോൾ ചില ഐറ്റംസ് കാണുമ്പോൾ സിമിലർ ആയിട്ട് തോന്നും, പക്ഷെ പലതും പല പ്രൈസിൽ വരുന്നതാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഓൺലൈൻസിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റിലാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ പലയിടത്തും പല പ്രൈസിങ്ങിൽ കാണാറുണ്ട്. എനിക്കിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് പേര് അയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് കുറച്ച് സ്ക്രീൻഷോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ പർച്ചേസ് അത് കഴിഞ്ഞിട്ട് 2ാം ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ ആൻസർ എനിക്ക് കിട്ടി. മീൻസ് കുറച്ചും കൂടി എനിക്ക് ക്ലാരിറ്റി കിട്ടി. കാരണം ഞാൻ ഈ ഒരു ഫീൽഡിൽ ഫസ്റ്റ് ടൈമാണ്. ക്ലോത്തിങ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. ഷോപ്പിൻ്റെ പേര് പെറ്റൽസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർണമെൻ്റ് അല്ലെങ്കിൽ ഫാൻസി ഇങ്ങനത്തെ ഐറ്റംസിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ എനിക്ക് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഈ 3 പെറ്റൽസ് എല്ലാം വരുന്നതെല്ലാം 99 റുപ്പീസാണ് കേട്ടോ. ഇതെല്ലാം വരുന്നത് സിംഗിൾ പെറ്റൽസ് ഒക്കെ വരുന്നത് 50 റുപ്പീസാണ്. ഈ ഒരു ഐറ്റം വരുന്നത് 175 റുപ്പീസാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ഐറ്റം വരുന്നത് 350 ആണ്. ഇപ്പം ഇത് രണ്ടും കൂടി കാണുമ്പോൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ പ്രൈസിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. നമുക്കിത് കാണുമ്പോൾ ഏകദേശം സിമിലർ ആയിട്ട് തോന്നും, പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പ്രൈസിങ്ങിൽ ചേഞ്ചസ് വരുന്നത്. അതിൻ്റെ ഡിസൈനിലും കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ പെട്ടെന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പ്രൈസിങ്ങിൽ നിങ്ങൾക്ക് വല്ലാണ്ട് വ്യത്യാസം ഉണ്ടെന്നാണ് തോന്നുക. അപ്പോൾ വേറെ ഏത് ഷോപ്സ് ആണെങ്കിലും അങ്ങനെയുള്ളതല്ല. ക്വാളിറ്റി ഡിഫറെൻ്റ് ആകുമ്പോൾ ചില ഷോപ്സിൽ റേറ്റ് കൂടിയതായിട്ട് വരും, ചിലയിടത്ത് കുറവായിട്ടും വരും. ഈ ഒരു ഐറ്റം വരുന്നത് 185 റുപ്പീസാണ് കേട്ടോ. നേരെ മറിച്ച് ഈ ഒരു ഐറ്റം വരുന്നത് ജസ്റ്റ് 99 റുപ്പീസേ വരുന്നുള്ളൂ. ഈ ഒരു ഐറ്റം വരുന്നത് 250 റുപ്പീസാണ് കേട്ടോ. ഇപ്പം ഞാൻ തന്നെ ഇപ്പം കാണിച്ചിട്ടുള്ള ഐറ്റംസിൽ പലതും പല പ്രൈസാണ്. നല്ല വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഡയറക്റ്റായിട്ട് കാണുമ്പോഴാണെങ്കിലും നിങ്ങൾക്കത് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രൈസിങ്ങിൽ ചേഞ്ചസ് വരുന്നത്. എല്ലാ ഷോപ്സ് അതുപോലെയാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാൽ കൂടി കുറേ ഷോപ്സൊക്കെ അങ്ങനെയാണ്. പ്രൈസിങ് ഐറ്റത്തിൽ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ കുറവ് ക്വാളിറ്റിയുടെ ഇത് ഇത്രയേ ഉള്ളൂ റേറ്റ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ റേറ്റ് ഇടുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ആൻസർ ആയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തതും. പല ഐറ്റംസും ഞാൻ ഫസ്റ്റ് ടൈമിൽ പർച്ചേസ് ചെയ്ത ഐറ്റം കാണിച്ചപ്പോഴാണ് എനിക്കിത് വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും കൺഫ്യൂഷൻ ആയിപ്പോയി. ഇനിയിപ്പോൾ ഞാൻ റേറ്റ് ഇട്ടതിൻ്റെ കുഴപ്പമാണോ? പക്ഷേ നമുക്ക് ഹോൾസെയിലിൽ പോലും കിട്ടാത്ത റേറ്റൊക്കെയാണ് നമുക്ക് ഓഫർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ നമുക്ക് കസ്റ്റമേഴ്സ് ആണെങ്കിലും നമുക്കിത് സ്ക്രീൻഷോട്ട്സ് ഷെയർ ചെയ്യണത്. അപ്പോൾ ഞാൻ പറയും ചെയ്തു കണ്ടു കഴിഞ്ഞപ്പോൾ അത് രണ്ടും ഞാൻ കാണിച്ച ഐറ്റവും അതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ സെക്കൻഡ് ട്രിപ്പിൽ ഞാൻ പർച്ചേസിന് പോയി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, നമ്മുടെ മുമ്പിൽ തന്നെ അത് വന്ന് പെട്ടു. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാനത് സാമ്പിൾ പീസിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഞാൻ ഈ ഐറ്റം പർച്ചേസ് ചെയ്തത്. ആക്ച്വലി ഇത് 99 റുപ്പീസേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ കൂടിയതും വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു ഐറ്റം ചെയ്യുമ്പോൾ ഇത് 99 അല്ല, പ്രൈസിൽ വ്യത്യാസമുണ്ട്.
പക്ഷെ ഇതിൻ്റെ ത്രെഡും അതിൻ്റെ ത്രെഡും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കാണുമ്പോൾ വെച്ചാൽ ആ ചെയിൻ ടൈപ്പിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കോട്ടിങ്, ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള കോട്ടിങ്ങും ഇതിൻ്റെ കോട്ടിങ്ങും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് ചേഞ്ചസ് വരുന്നത് കൊണ്ടാണ് പ്രൈസിൽ വ്യത്യാസം വരുന്നത്. അതുപോലെ ഈ ഐറ്റമാണ് എനിക്ക് ആക്ച്വലി കസ്റ്റമർ റെഫറൻസ് തന്നത്. ഈ ഐറ്റം ഞാൻ കൊടുക്കുന്നത് പ്രൈസ് 175 ആണ് കേട്ടോ. ഇത് എനിക്ക് വന്ന റേറ്റ് 299 ആണ് കസ്റ്റമർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആക്ച്വലി ഇതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഞാൻ കൊടുക്കുന്ന പ്രൈസ് 350 ആണ്. പക്ഷെ ഇത് വ്യത്യാസമുണ്ട്. അതുപോലെ ഈ ഐറ്റമാണ് എനിക്ക് ആക്ച്വലി കസ്റ്റമർ റെഫറൻസ് തന്നത്. ഈ ഐറ്റം ഞാൻ കൊടുക്കുന്നത് പ്രൈസ് 175 ആണ് കേട്ടോ. ഇത് എനിക്ക് വന്ന റേറ്റ് 299 ആണ് കസ്റ്റമർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആക്ച്വലി ഇതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഞാൻ കൊടുക്കുന്ന പ്രൈസ് 350 ആണ്. പക്ഷെ ഇത് വ്യത്യാസമുണ്ട്. അതുപോലെ ഈ ബാംഗിൾസ് ഞാൻ പെയർ കൊടുക്കുന്നത് 280 റുപ്പീസിനാണ്. അതായത് 2.2, 2.4, 2.6 അങ്ങനെയാണ് പെയർ വരിക. അതിൽ 2.2ൻ്റെ 2 ഉണ്ടാവും, അതുപോലെ 2.4ൻ്റെ 2 ഉണ്ടാവും, 2.6ൻ്റെ 2 ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി കൂടിയ ക്വാളിറ്റിയിലുള്ളതും ഞാൻ കണ്ടായിരുന്നു. പക്ഷേ നമുക്കിവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കൂടുതൽ. കസ്റ്റമർ എപ്പോഴും ലോ ബഡ്ജറ്റിലുള്ളതായിരിക്കും കൂടുതൽ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഈ വിധ ഐറ്റംസ് ഒന്നും നമ്മൾ സ്ഥിരമായിട്ട് ഡെയിലി വെയർ ആയിട്ടോ ഒന്നും നമ്മൾ ഓഫീസ് വെയർ ആയിട്ടോ ഒന്നും യൂസ് ചെയ്യുന്നതല്ല. നമുക്ക് എന്തെങ്കിലും ഒക്കേഷൻസ് വരുമ്പോൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് ഈ കാണിച്ചിട്ടുള്ളതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആളുകളും പൈസ സേവ് ചെയ്യാനേ നോക്കത്തുള്ളൂ. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വളരെ കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഞാൻ റേറ്റ് കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ്. കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. കൊറിയർ ആണെങ്കിൽ ഷിപ്പിംഗ് വരും, ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വാട്സപ്പ് നമ്പർ 8590818184 ആണ്. അപ്പോൾ അടുത്ത കളക്ഷൻസ് ആയിട്ട്